നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. നിലവിലുള്ള നിയമങ്ങളെ സർക്കാർ തന്നെ ലംഘിക്കുകയാണെന്ന് BJP സംസ്ഥാന മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. സർക്കാർ ഒരു വൻ കമ്പനിക്ക് കീഴടങ്ങുകയാണെന്നും അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ കൃഷിയെ തകർക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. എലപ്പുള്ളിയിൽ മദ്യ കമ്പനി ആരംഭിക്കുന്ന നിർദ്ദിഷ്ട സ്ഥലം കുമ്മനം രാജശേഖരൻ സന്ദർശിച്ചു. ഖാദി വസ്ത്രം ധരിക്കുന്ന ദേശീയബോധത്തിന്റെ ഭാഗമായി മാറണമെന്ന് കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ. ന്യൂ ജനറേഷൻ തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഖാദി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചതായും P. ജയരാജൻ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലക്കിടി പേരൂർ പൂക്കോട്ടുകുന്നിൽ സ്ഥാപിച്ച ഖാദി നെയ്ത്തുകേന്ദ്രം നാടിനെ സമർപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ ഉന്നമനത്തിനായി കൂടുതൽ പദ്ധതിയും തുക വകയിരുത്തി എന്ന സർക്കാർ വാദം കാപ്പട്യമെന്ന് SC/ST സംരക്ഷണ സമിതി. മുൻവർഷങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ വിവിധ പദ്ധതികൾ ലാപ്സാക്കിയെന്നും സമിതി സംസ്ഥാന സെക്രട്ടറി K. മായാണ്ടി. പാലക്കാട്ടെ നഴ്സുമാരുടെ പ്രതിഷേധം. കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ പ്രതിഷേധർണ സംഘടിപ്പിച്ചത് പാലക്കാട് NHM ഓഫീസിന് മുന്നിൽ. സമരം സംഘടിപ്പിച്ചത് ആശാവർക്കർമാരുടെ വേതനം കുറച്ചതിന് കാരണം ജൂനിയർ പ്രൈമറി നഴ്സുമാരാണെന്ന CIT നേതാവ് ഇളമരം കരീമിന്റെ പ്രസ്താവന നഴ്സുമാരെയും സൂപ്പർവൈസർമാരെയും അവഹേളിച്ച പശ്ചാത്തലത്തിൽ പ്രസ്താവന പിൻവലിക്കണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. നിലവിലുള്ള നിയമങ്ങളെ സർക്കാർ തന്നെ ലംഘിക്കുകയാണെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സർക്കാർ ഒരു കമ്പനിക്ക് കീഴടങ്ങുകയാണെന്നും അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൃഷിയെ തകർക്കാനുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ പാലക്കാട്ട് പറഞ്ഞു. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യ കമ്പനി സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാട്ടിലെ ജനങ്ങളുടെ വികാരങ്ങളെയോ വിചാരങ്ങളെയോ അവരുടെ അടിസ്ഥാനപരമായ താല്പര്യങ്ങളെയോ ആവശ്യങ്ങളെയോ ആക്ഷേപങ്ങളെയോ ആവലാതികളെയോ ഒന്നും പരിഗണിക്കില്ല. ഗവൺമെൻറ് ഒരു വൻകിട കമ്പനിക്ക് കീഴടങ്ങാൻ അവരുടെ താല്പര്യം പരിരക്ഷിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. പക്ഷെ അത് നിലവിലുള്ള എല്ലാ നിയമങ്ങളും കാറ്റിപ്പുറത്തിക്കൊണ്ടാണ്. ഇവിടുത്തെ 2008 നീർത്തട നെൽവയൽ സംരക്ഷണ നിയമമുണ്ട്. അതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഭൂപരി നിയമം അതിന് ലംഘിക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള നിയമങ്ങളെ എല്ലാം സർക്കാർ തന്നെ ലംഘിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ നിയമം ആർക്ക് വേണ്ടിയാണ്? നെൽവയലുകളും നീർത്തടങ്ങളും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോട് 2008 മുല്ലക്കര രത്നാകരൻ കൃഷിമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ കൊണ്ടുവന്നൊരു നിയമമാണ്. അതെന്തിനാണ് ഇവർ തന്നെ ലംഘിക്കുന്നത്? അപ്പോൾ ഇവിടുത്തെ കൃഷിമന്ത്രി CPI-കാരനാണ്. എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ വലിയ വ്യവസായങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ കൃഷിയോട് കാണിക്കുന്ന ഖാദി വസ്ത്രം ധരിക്കുന്നത് ദേശീയബോധത്തിന്റെ ഭാഗമായി മാറണമെന്ന് കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ. ന്യൂ ജനറേഷൻ തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഖാദി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചതായും P. ജയരാജൻ പറഞ്ഞു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലക്കിടി പേരൂർ പൂക്കോട്ടുകുന്നിൽ സ്ഥാപിച്ച ഖാദി നെയ്ത്തുകേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. ഖാദി തൊഴിലാളികൾക്ക് മിനിമം കൂലി പ്രഖ്യാപിച്ച ഏക സംസ്ഥാനം കേരളമാണെന്നും ഖാദി മേഖലയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് സർക്കാർ നൽകുന്നതെന്നും ജയരാജൻ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നെയ്ത്ത് കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. കേരള സംസ്ഥാന ഖാദി വ്യവസായ ബോർഡിന്റെ സഹകരണത്തോടുകൂടി വനിതകൾക്ക് നെയ്ത്ത് പരിശീലനം നൽകി തൊഴിൽ കൊടുക്കുന്നതിനുള്ള യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 8 പേർക്കാണ് തൊഴിൽ നൽകുന്നത്. ഇതിന്റെ പ്രാരംഭഘട്ടമെന്നോണം 6 മാസം തൊഴിൽ പരിശീലനവും നൽകും. പരിശീലനത്തോടൊപ്പം മാസം 1000 രൂപ സ്റ്റൈപ്പൻഡും ലഭിക്കും. പരിശീലനം പൂർത്തിയാക്കിയാൽ തൊഴിലിനനുസരിച്ച് വരുമാനം കണ്ടെത്താനാകും. തുടർന്ന് ഖാദി തൊഴിലാളികളുടെ ആനുകൂല്യം ഉൾപ്പെടെയുള്ള വേതനം ലഭിക്കും. 10 പേർക്ക് കൂടി തൊഴിൽ ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് വരുമാനം കണ്ടെത്തി അവരെ സ്വയം പര്യാപ്തരാക്കുന്നതോടൊപ്പം ഖാദി സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്താക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിനാണ് ആഹ്വാനം ചെയ്തത്. സ്വദേശി വസ്ത്രം വേണം, ധരിക്കണം. ഇന്നിപ്പോ വലിയ നിരക്കുള്ള ശാസ്ത്ര സാങ്കേതിക പുരോഗതിയൊക്കെ നേടിയതിന്റെ അടിസ്ഥാനത്തിൽ വിദേശ തുണികൾ തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് പലയിടത്തും ഈ പരമ്പരാഗത വ്യവസായ തൊഴിലാളികൾ പണിയെടുത്ത് ഖാദി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, ഖാദി തുണി ഉൽപ്പാദിപ്പിക്കുന്നു. ആ തുണി
ആളുകൾ വാങ്ങുന്നു, വസ്ത്രമുണ്ടാക്കി ധരിക്കുന്നു. പക്ഷെ നിരവധി പ്രയാസങ്ങൾ നേരിടുന്നു. കാരണം മത്സരമാണല്ലോ എല്ലാ രംഗത്തും. നേരത്തെ ഇവിടെ പാലക്കാട് പ്രൊജക്ട് ഓഫീസർ പറഞ്ഞതുപോലെ, കൃഷ്ണ പറഞ്ഞതുപോലെ, ഈ ഖാദി വസ്ത്രം ധരിക്കുക എന്നത് നമ്മുടെ ഒരു ദേശീയ ബോധത്തിന്റെ ഭാഗമായി മാറേണ്ടതുണ്ട് എന്നതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നല്ല പിന്തുണയാണ് ഇക്കാര്യത്തിൽ ചെയ്യുന്നത്. ഖാദി വസ്ത്രത്തിന്റെ പ്രത്യേകത പലർക്കും അറിയില്ല. എന്താ ഖാദി തുണിയുടെ പ്രത്യേകത എന്ന് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ ഖാദി ഖാദിയാണ്, തുണി തുണിയാണ് എന്നൊക്കെയാണ് മറുപടി പറയുക. ഖാദി തുണിയുടെ പ്രത്യേകത എല്ലാം കയ്യധ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം രാമകൃഷ്ണൻ, ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ്, കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് അംഗം എസ് ശിവരാമൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസറീൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ NP കോമളം ടീച്ചർ, രാധാകൃഷ്ണൻ മാസ്റ്റർ, എസ് അശ്വതി, ജില്ലാ ഖാദി ഗ്രാമവ്യവസായ കാര്യാലയം പ്രോജക്ട് ഓഫീസർ എസ് കൃഷ്ണ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ വിനോദ് കുമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നിലമ്പൂരിൽ നിന്നും പാലക്കാട്ടേക്കും ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരേക്കുമുള്ള എക്സ്പ്രസ് ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം വരുത്തിയത് എറണാകുളം ഇന്റർസിറ്റി യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായി. വൈകിട്ട് 5:55 ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കും പാലക്കാട്ടേക്കും പോകേണ്ട ട്രെയിനുകൾ യാത്ര തിരിക്കുക. നിലമ്പൂരിലേക്കും പാലക്കാടിലേക്കുമുള്ള നിരവധി യാത്രക്കാർ 5:50 ഷൊർണൂരിൽ എത്തേണ്ട എറണാകുളം ഇന്റർസിറ്റിയിലാണ് ഉണ്ടാവുക. എന്നാൽ ചില ദിവസങ്ങളിൽ ഇന്റർസിറ്റി വൈകുമ്പോൾ ഇരുവശത്തേക്കുമുള്ള യാത്രക്കാർ പിന്നെ അടുത്ത ട്രെയിനുകൾക്കായി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടാവാറുള്ളത്. നിലമ്പൂർ പാലക്കാട് എക്സ്പ്രസ്, ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകളുടെ സമയമാണ് 5 മിനിറ്റ് റെയിൽവേ വർദ്ധിപ്പിച്ചത്. 5:55 പുറപ്പെടുന്ന ഇരു ട്രെയിനുകളും ഇപ്പോൾ 6 മണിക്കാണ് ഷൊർണൂരിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത്. 1-2 പ്ലാറ്റ്ഫോമുകളിൽ നിർത്തിയിട്ടിരിക്കുന്ന ഈ ട്രെയിനുകളിൽ കയറാൻ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തുന്ന ഇന്റർസിറ്റിയിൽ നിന്നും പാളം മറികടന്നുള്ള യാത്രക്കാരുടെ ഓട്ടം അപകട സാധ്യത ഏറെയാണ്. എന്നാൽ ഇപ്പോൾ യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്ത് ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസ് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. 2 എക്സ്പ്രസ് ട്രെയിനുകളുടെ സമയം ദീർഘിപ്പിച്ചിട്ടും എറണാകുളം ഇന്റർസിറ്റി വൈകുമ്പോൾ യാത്രക്കാരും വീണ്ടും ദുരിതത്തിലാവാറുണ്ട്. ഷൊർണൂരിൽ നിന്ന് പിന്നീട് 8:15 നിലമ്പൂരിലേക്ക് ട്രെയിനുള്ളത്. പാലക്കാട് ഭാഗത്തേക്ക് 7:30 എത്തുന്ന ചെന്നൈ മെയിൽ വരെ കാത്തു നിൽക്കേണ്ടതുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ പാലക്കാട് NHM ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി NN പ്രജിത പരിപാടി ഉദ്ഘാടനം. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തിയ അനിശ്ചിതകാല രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം, JPHN ആശാപ്രവർത്തകരുടെ വേതനാനുകൂല്യങ്ങൾ അനാവശ്യമായി വെട്ടിക്കുറയ്ക്കുകയാണെന്നും ഇത് തുടർന്നാൽ ഈ വിഭാഗത്തെ സബ് സെന്ററിൽ കയറ്റില്ല എന്ന ഭീഷണി സ്വരത്തിൽ ആക്ഷേപിച്ചത് പൊതുവേദിയിൽ പ്രസംഗം പരിശോധിക്കണമെന്നും ഉദ്ഘാടന വേദിയിൽ പറഞ്ഞു. ഹാജരാക്കുന്ന രേഖകൾ പരിശോധിച്ച് വേണം അർഹമായ വേതനം. ഈസി മാൻ സോഫ്റ്റ്വെയറിൽ എൻട്രി നടത്തേണ്ടത് സർക്കുലറിൽ പ്രതിപാദിച്ചിട്ടുള്ള രേഖകൾ ഇല്ലാത്തവർക്ക് ആനുകൂല്യം നൽകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഈ വെയില് കൊണ്ടാലും ഇപ്പോ നമ്മളെ ഈ ഒരു അവസ്ഥയിലേക്ക് നയിപ്പിച്ച ഒരു സംഭവം വളരെ ഖേദകരമാണ്. സ്ത്രീകൾ മാത്രമുള്ള നമ്മളുടെ JPHമാരെ അവരുടെ താഴേക്കടയിൽ വർക്ക് ചെയ്തിരുന്ന, അല്ലെങ്കിൽ അവരുടെ ശമ്പളം അടിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവരെ ട്രെയിനിങ് കൊടുത്ത് അവരെ വളർത്തി ഈ രീതിയിലാക്കിയ നമ്മൾ കാരണം അവരുടെ ശമ്പളം നഷ്ടപ്പെടുന്നു എന്ന ഒരു മോശമായ ഒരു പ്രഖ്യാപനം നടത്തിയതിന്റെ പേരിൽ എല്ലാ JPHമാർക്കും വളരെയേറെ വേദന ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള പ്രവർത്തനങ്ങളും അനുബന്ധ രേഖകളും പലപ്പോഴും ഉണ്ടാവാറില്ല. ഇത്തരം സാഹചര്യത്തിൽ ഇൻസെന്റീവ്, ഓണറേറിയം അനുവദിക്കാത്തതാണ് JPHന്റെ ആനുകൂല്യം വെട്ടിക്കുറച്ചു എന്ന് ആരോപിക്കുന്നത്. പ്രസിഡന്റ് ശശിത അധ്യക്ഷത വഹിച്ചു. സരിത ജേക്കബ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PD അനിൽകുമാർ, അംജദ് ഖാൻ, രജനി, രാജലക്ഷ്മി, ശ്രീകല, റുക്കിയ, രാധിക തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
പ്രാദേശിക സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വ്യവസായ സംരംഭകത്വ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ വ്യവസായ സംരംഭകത്വ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെമിനാർ ഹാളിൽ നടന്ന ബോധവൽക്കരണ സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ആളുകളൊക്കെ സംരംഭം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ അതിന് അറിവില്ലായ്മ കൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇതിലേക്ക് പിന്തിരിഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. നമുക്കറിയാം, പറഞ്ഞു കഴിഞ്ഞു, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ വർഷം 30 ലക്ഷത്തിലധികം രൂപ വെച്ച് 12ഓളം വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ 7 പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന് 7 പഞ്ചായത്തുകളുണ്ട്. ആ 7 പഞ്ചായത്തുകളായിട്ട് വനിതാ സംരംഭകരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വർഷം നമ്മൾ അതുപോലെ തന്നെ പദ്ധതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം പുതിയ അപേക്ഷകർക്കുണ്ട്. നമ്മൾ അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതേപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത്തരം ഒരുപാട് മേഖലയിൽ നമുക്ക് ഒഴിവുകളും അതുപോലെ ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങി ഒരുപാട് ആളുകൾ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് പട്ടാമ്പി ബ്ലോക്കിൽ തന്നെ അതിന് മാതൃകയുണ്ട്. നമുക്ക് 12ഓളം യൂണിറ്റുകൾ വനിതകളാണ്. നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങും അതുപോലെ തന്നെ ടൈലറിങ്ങും ഒക്കെ ആയിട്ട് ഫുഡ് പ്രോസസ്സിങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ ഫുഡ് പ്രോസസ്സിങ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലുൾപ്പെടുത്തി അതുപോലെ തന്നെ ടൈലറിങ്ങോ കമ്പ്യൂട്ടറൊക്കെ നമ്മുടെ ബ്ലോക്കിൽ പരിശീലനം കൊടുത്തു. ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ വ്യവസായ വകുപ്പ് മാനേജർ PV അബ്ദുൾ രാജിബ് വിഷയാവതരണം നടത്തി. K ബൈജു, ഷൈമ ഉണ്ണികൃഷ്ണൻ, KP സുപ്രഭ, സുമിത് സുന്ദരം, PP നീന തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സെക്ഷനുകളിലായി ക്ലാസുകളും നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ദേശീയ മന്ദരോഗ നിവാരണ പദ്ധതിക്ക് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. മണ്ണൂർ സെന്ററിൽ നടന്ന പ്രതിരോധ മരുന്ന് വിതരണം പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് നിർവഹിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വാർഡുകൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രം, അംഗൻവാടി കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു മരുന്നുകൾ വിതരണം ചെയ്തത്. മണ്ണൂർ സെന്ററിൽ നടന്ന പരിപാടി പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഗുളിക കഴിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാ ആളുകളും നമ്മുടെ രാജ്യത്തിന്റെ ആരോഗ്യരംഗം കൂടുതൽ ആരോഗ്യപരമാക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശർമ്മ, ആശാപ്രവർത്തക പ്രീത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പട്ടികജാതി പട്ടികവർഗ ഉന്നമനത്തിനായി കൂടുതൽ പദ്ധതിയും തുകയും വകയിരുത്തിയെന്ന സർക്കാർ വാദം കാപട്യമാണെന്ന് SC/ST സംരക്ഷണ മുന്നണി. മുൻവർഷങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ വിവിധ പദ്ധതികൾ ലാപ്സാക്കിയെന്നും സംസ്ഥാന സെക്രട്ടറി M മായാണ്ടി പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പട്ടികജാതി പട്ടികവർഗ ഉന്നമനത്തിന് സഹായമാകുന്ന 20 പദ്ധതികളിൽ 500 കോടി രൂപയാണ് സർക്കാർ വെട്ടിക്കുറച്ചത്. പട്ടികജാതി വർഗ വികസനത്തിനായി 114.9 കോടി വർദ്ധിപ്പിച്ചു എന്ന് പ്രചരിപ്പിക്കുമ്പോഴാണ് വിവിധ പദ്ധതികളിലെ 500 കോടി വെട്ടിക്കുറച്ചത്. ഫലത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 386 കോടിയുടെ കുറവാണുണ്ടായിരിക്കുന്നത്. ഉൾപ്പെടെയുള്ള ഹൗസിംഗ് ഉള്ള പദ്ധതികൾക്ക് 36.05 കോടി 16 കോടിയായിട്ട് വെട്ടിച്ചുരുക്കി. ഇത്രയും 500 കോടി രൂപ വെട്ടിക്കുറച്ചിട്ട് ഈ വർഷത്തെ പദ്ധതിയിൽ വെട്ടിക്കുറച്ചിട്ട് 114 കോടി രൂപ മാത്രമാണ് അധികമായിട്ട് സർക്കാർ വകയിരുത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായിട്ട് സർക്കാർ വകയിരുത്തിയെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 386 കോടി രൂപയുടെ കുറച്ച ബഡ്ജറ്റാണ് അടുത്ത വർഷത്തിൽ സർക്കാർ അംഗീകരിച്ചത്. അതോടൊപ്പം തന്നെ പട്ടികവർഗ വകുപ്പിന് 1020.44 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത്. മുൻ വർഷത്തേക്കാൾ 46.31 കോടി രൂപ അധികം. എന്നാൽ ഈ വർഷം പട്ടികവർഗ വകുപ്പിൽ നീക്കിവെച്ചിരിക്കുന്ന 502 കോടി രൂപയിൽ 1176.76 കോടി രൂപ വെട്ടിക്കുറച്ചപ്പോൾ ബഡ്ജറ്റിൽ അധികമായി 46.31 കോടി രൂപ മാത്രമാണ് വകയിരുത്തുന്നത്. അതുപ്രകാരം പട്ടികവർഗ ക്ഷേമത്തിന് 65 കോടിയോളം രൂപ സർക്കാർ ബഡ്ജറ്റിൽ കുറവെത്തിയിരിക്കുന്നു. 2011 സെൻസസ് പ്രകാരം വീടും സ്ഥലവുമില്ലാത്ത 76,308 പട്ടികജാതി കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത്. 43,800 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള തുകയാണ് സർക്കാർ വിവിധ പദ്ധതികൾ ലാപ്സാക്കിയതിലൂടെ ഇല്ലാതായത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ പദ്ധതി വീതവും ഇല്ലാതാക്കി. ലാപ്സായ തുക തിരിച്ചുപിടിക്കണമെന്നും പട്ടികജാതി പട്ടികവർഗ ഫണ്ടുകൾ വകമാറ്റാതിരിക്കാനും നഷ്ടപ്പെടുത്താതിരിക്കാനും സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും K മായാണ്ടി പറഞ്ഞു. പ്രസിഡന്റ് വിജയൻ അമ്പലക്കാട്, സതീഷ് ആനച്ചിറ, ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്.
കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയെ ഹരിത വായനശാലയായി പ്രഖ്യാപിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനിത സുരജാണ് പ്രഖ്യാപനം നടത്തിയത്. പോസ്റ്റർ വായനശാല പ്രസിഡന്റ് ആർ റിൻസിക്ക് കൈമാറി. ഹരിതസേനാംഗങ്ങൾക്ക് ആദരവും സംഘടിപ്പിച്ചിരുന്നു. വായനശാല സെക്രട്ടറി അജേഷ് മാസ്റ്റർ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വയോജനവേദി കോർഡിനേറ്റർ കെ പത്മാവതി ടീച്ചർ സ്വാഗതവും ലൈബ്രറിയൻ വി ചിത്ര നന്ദിയും പറഞ്ഞു. അമ്മു കോലാമ്പറമ്പ്, എസ് ആതിര എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ധീര രക്തസാക്ഷി ഷുഹൈബിന്റെ 7ാം രക്തസാക്ഷി ദിനം യൂത്ത് കോൺഗ്രസ് മങ്കരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിനയൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മങ്കരം മണ്ഡലം പ്രസിഡന്റ് അഖിൽ എൻ കെ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പ്രസിഡന്റ് അച്യുതൻകുട്ടി, യൂത്ത് കോൺഗ്രസ് കോങ്ങാട് അസംബ്ലി ജനറൽ സെക്രട്ടറി എം ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ആർ പ്രസാദ്, വത്സകുമാർ, വേലായുധനോ, എൻ സുമംഗല, കെ സി സന്തോഷ്, സതീഷ് പുഴക്കുന്നത്ത്, രൂപേഷ്, ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാലം. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ണൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജുകളിൽ നിന്നും നൽകുന്ന സർട്ടിഫിക്കറ്റുകൾക്കുള്ള സേവന കാലതാമസം ഒഴിവാക്കുക, ഉദ്യോഗസ്ഥൻ ഇല്ലെന്ന കാരണം പറഞ്ഞ് അപേക്ഷകരെ മടക്കുന്ന നടപടി അവസാനിപ്പിക്കുക, വില്ലേജിൽ ഓൺലൈൻ പണമിടപാടുകൾക്കുള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണൂർ വില്ലേജിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ലാഭം ഇത്തരം ഈ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി അളന്നു കൊടുക്കുന്നത് മൂലം അവർക്ക് ലഭിക്കുന്നു. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അതിലാണ്. അവർക്ക് കിട്ടിയ ജോലി, സർക്കാർ ജോലി, ശമ്പളം വാങ്ങുന്ന ഈ ജോലി കൃത്യമായി ചെയ്യാതെ ഈ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള ആളുകളാണ് വരുന്നത്. ആ പാവങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ പ്രത്യേകിച്ചും മണ്ണൂരിലെ വില്ലേജ് ഓഫീസിൽ നടക്കുന്നത്. ഇതിനു മുമ്പ് ഇവിടെ നടക്കുന്ന വില്ലേജ് ഓഫീസറുടെ പരാതികളെ കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുകയുണ്ടായി. അതൊക്കെ തന്നെ ജനങ്ങളിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് പ്രകാരമാണ് നമ്മുടെ ഈ കോൺഗ്രസിലെ നേതാക്കളൊക്കെ തന്നെ ഇവിടെ ഇതിന് പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ കൈകാര്യം ചെയ്യും. ഇവിടെ ഒരു ചോദിക്കാനും പറയാനും, ജനങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് പ്രതിപക്ഷത്ത്. അവർ ചോദിക്കും എന്നുള്ള ബോധം ഇവിടുത്തെ വില്ലേജ് ഓഫീസർക്ക് വേണം. അതുപോലെ മാത്രമല്ല ഇവിടെ ഉദ്യോഗസ്ഥരും ഇല്ല. ഈ ഉദ്യോഗസ്ഥർ ഇല്ലാതിരുന്നാലുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ നടത്തി പ്രതിപാദിച്ചത്. ഈ പാവങ്ങൾ ഇത്രയും ദൂരം വന്ന് ഇവിടെ എത്തി വീണ്ടും തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ, ഒന്നും നടക്കാതെ തിരിച്ചു പോകുന്ന അവസ്ഥ, എന്തെങ്കിലും ചെറിയൊരു കാരണം പോലെ അവർ മടക്കി അയക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതുപോലുള്ള വില്ലേജ് ഓഫീസുകൾ ഈ ഇവിടുത്തെ വില്ലേജിലെ ജനങ്ങൾക്ക് തന്നെ എന്താ പറയുക, ഒരു ഗുണമല്ല, അതൊരു ഉപദ്രവമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് പി കെ അശ്വജിത്ത് അധ്യക്ഷത വഹിച്ചു. പി എ സക്രിയ, സിദ്ദിഖ് കൊട്ടക്കുന്ന്, പി സി രവികുമാർ, വി സത്യകുമാർ, ഫൈസൽ എം ശിവപ്രകാശ്, പി പ്രശാന്ത്, ഫൈസൽ, മുരളീധരൻ, വിപിൻ വാസുദേവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാരായമംഗലം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1994-95 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചെർപ്പളശ്ശേരിയിൽ സംഘടിപ്പിച്ചു. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഒത്തുചേരുന്നത്. 30 വർഷങ്ങൾക്ക് ശേഷമുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഭൂരിഭാഗം ആളുകളും പങ്കെടുത്തതായി കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു. പഴയകാല ഓർമ്മകൾ പങ്കുവച്ചും പരസ്പരം പരിചയം പുതുക്കിയും ഒരു ദിവസം ആനന്ദകരമാക്കി. 9 വർഷം മുൻപേ കൂട്ടായ്മ രൂപീകരിക്കുകയും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയതായും ഭാരവാഹികൾ പറഞ്ഞു. വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പരുതൂർ ഗ്രാമപഞ്ചായത്തും വളാഞ്ചേരി നിസാർ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എം സക്രിയ ഉദ്ഘാടനം ചെയ്തു. 100ഓളം പേർ ക്യാമ്പിൽ ചികിത്സ തേടി. പരുതൂർ ഗ്രാമപഞ്ചായത്തും വളാഞ്ചേരി നിസാർ ആശുപത്രിയും സംയുക്തമായാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സക്രിയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പരുതൂർ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലും സംയുക്തമായി നടത്തുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്.
നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് രോഗികളായ ആളുകളുണ്ട്. അവർക്കൊക്കെ ആശ്വാസമേകുന്ന നിരവധി പരിപാടികൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലാണെങ്കിലും ക്ലിനിക്കുകളാണെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട്. പരുതൂർ ഗ്രാമപഞ്ചായത്തും നമ്മുടെ രോഗികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികളും പ്രോഗ്രാമുകളുമാണ് നിരവധി പ്രാവശ്യങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഇതേ പ്രാവശ്യമാണ് നമ്മൾ കൊണ്ടോട്ടിയിലുള്ള ഡയാലിസിസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ നേതൃത്വത്തിൽ നമ്മൾ വൃക്ക രോഗികളെ മുഴുവൻ പരിശോധിക്കുന്നതിന് വേണ്ടി വൃക്ക രോഗികളെ മുൻകൂട്ടി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റുകൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു. 10-20ഓളം പേരാണ് ആ ടെസ്റ്റിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മളിവിടെ മെഡിക്കൽ ക്യാമ്പ് വെച്ചു. 3ാമത്തെ പ്രാവശ്യമാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ വെച്ച് നടത്തുന്നത് എന്നുകൂടി നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വഹീദ ജലീൽ, വാർഡ് മെമ്പർമാരായ AKM അലി, രജനി ചന്ദ്രൻ, അനിത രാമേന്ദ്രൻ, സെക്രട്ടറി മഞ്ജുഷ, ഡോക്ടർ സിനാൻ, ഡോക്ടർ സാദത്ത് പരീദ് എന്നിവർക്ക് പുറമെ രാമദാസ് പരുതൂർ, TK ചേക്കുട്ടി, നിസാർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ 100ഓളം പേർ ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. നിലവിലുള്ള നിയമങ്ങളെ സർക്കാർ തന്നെ ലംഘിക്കുകയാണെന്ന് BJP സംസ്ഥാന മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. സർക്കാർ ഒരു വൻ കമ്പനിക്ക് കീഴടങ്ങുകയാണെന്നും അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ കൃഷിയെ തകർക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. എലപ്പുള്ളിയിൽ മദ്യ കമ്പനി ആരംഭിക്കുന്ന നിർദ്ദിഷ്ട സ്ഥലം കുമ്മനം രാജശേഖരൻ സന്ദർശിച്ചു. ഖാദി വസ്ത്രം ധരിക്കുന്ന ദേശീയബോധത്തിന്റെ ഭാഗമായി മാറണമെന്ന് കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ. ന്യൂ ജനറേഷൻ തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഖാദി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചതായും P. ജയരാജൻ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലക്ഡി പേരൂർ പൂക്കോട്ടുകുന്നിൽ സ്ഥാപിച്ച ഖാദി നെയ്ത്തു കേന്ദ്രം നാടിന് സമർപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ ഉന്നമനത്തിനായി കൂടുതൽ പദ്ധതിയും തുക വകയിരുത്തി എന്ന സർക്കാർ വാദം കാപ്പട്യമെന്ന് SC/ST സംരക്ഷണ സമിതി. മുൻവർഷങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ വിവിധ പദ്ധതികൾ ലാപ്സാക്കിയെന്നും സമിതി സംസ്ഥാന സെക്രട്ടറി K. മായാണ്ടി. പാലക്കാട്ട് നഴ്സുമാരുടെ പ്രതിഷേധം. കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ പ്രതിഷേധർണ സംഘടിപ്പിച്ചത് പാലക്കാട് NHM ഓഫീസിന് മുന്നിൽ. സമരം സംഘടിപ്പിച്ചത് ആശാവർക്കർമാരുടെ വേതനം കുറച്ചതിന് കാരണം ജൂനിയർ പ്രൈമറി നഴ്സുമാരാണെന്ന CIT നേതാവ് ഇളമരം കരീമിന്റെ പ്രസ്താവന നഴ്സുമാരെയും സൂപ്പർവൈസർമാരെയും അവഹേളിച്ച പശ്ചാത്തലത്തിൽ പ്രസ്താവന പിൻവലിക്കണമെന്നും ആവശ്യം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.